ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസാണ്. നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് 3 വീലർ റെവല്യൂഷൻ. ഇർഫാൻ ആലം എന്ന് പറഞ്ഞ യങ് ഓൺടർപ്രണർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണല്ലേ അത്. സോ അതിൻ്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു സ്പീച്ച് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. എങ്ങനെയാന്ന് വെച്ചാൽ പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ സ്പീച്ച് എന്നുള്ളതായിരിക്കും. ഓക്കെ, സ്ക്രിപ്റ്റ് ഫോർ സ്പീച്ച്. അപ്പൊ ചില ആൾക്കാർക്കെങ്കിലും എക്സാം ഹാളിന് സ്ക്രിപ്റ്റ് ഫോർ സ്പീച്ച് എന്നൊക്കെ കാണുന്ന സമയത്ത് ഒരു ടെൻഷൻ വരും. അയ്യോ, ഇതെന്താ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള വേർഡിന്റെ മേലെ അങ്ങോട്ട് തട്ടി വീണു പോകും. അങ്ങനെ നിങ്ങൾ വീണു പോകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കേട്ടോ. സ്ക്രിപ്റ്റ് ഫോർ സ്പീച്ച്, സ്പീച്ച് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്നതാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ എഴുതി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ സ്പീച്ച് എങ്ങനെയാണ്, പ്രസംഗമാണ് അല്ലേ. സോ ആ പറയാനുള്ള പ്രസംഗത്തിനെ നമ്മൾ എഴുതി കൊണ്ടുപോകുന്നതിന് ജസ്റ്റ് സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഫോർ സ്പീച്ചിന് ജസ്റ്റ് അവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടെൻഷൻ ആക്കാൻ വേണ്ടി പറയുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ താഴെ ഒന്ന് പറയണം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റൻ ആണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. യെസ്, സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലേക്ക് പോവാം. As part of English club activities, your school is organizing a seminar on social entrepreneurship. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് അല്ലേ. Referring to the lesson 3 wheel revolution, prepare a speech on the topic youth and social entrepreneurship in India. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹിൻസും തന്നിട്ടുണ്ട്. എന്താണ്? ഇർഫാൻ ആലം, യങ് ഓൺടർപ്രണർ, ഐഡിയ ഫ്രം റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, സമ്മാൻ മോഡൽ, പിന്നെ എംപവറിംഗ് ദ പുവർ, ഡിഗ്നിറ്റി ഓഫ് ലേബർ, സസ്റ്റൈനബിൾ ബിസിനസ്, റോൾ ഓഫ് യൂത്ത് ഇന്നോവേഷൻ, സോഷ്യൽ ചേഞ്ച്, ഇങ്ങനെയും കുറച്ച് ഹിൻസും തന്നിട്ടുണ്ട്. സോ ഈ ഹിൻസിനെ കൂട്ടിക്കലർത്തി നമ്മൾ സ്പീച്ച് എഴുതാൻ എന്നുള്ളതാണ്. ഒരു സ്പീച്ചിന്റെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു സ്പീച്ച് എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അതായത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം, നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. ടൈറ്റിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. നമുക്കിത് അവിടെ ഓൾറെഡി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഏത് ടോപ്പിക്കിലാണ് നമ്മൾ സ്പീച്ച് എഴുതേണ്ടതെന്നുള്ളത്. ആ ടോപ്പിക്കിനെ തന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ഒരു ടൈറ്റിലാക്കി കൊടുത്താൽ മതി. അതൊരു വൃത്തിയാണ്. ഇതിന്റെ ഒക്കെ മുൻപേ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഏതാണോ ക്വസ്റ്റ്യൻ നമ്പർ, ആ ക്വസ്റ്റ്യൻ നമ്പർ അവിടെ എഴുതാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അത് വിട്ടുപോകരുത് കേട്ടോ. ദെൻ ഇനി പറ്റുമെങ്കിൽ, ഞാൻ എല്ലാവരുടെ അടുത്തും നിർബന്ധമായിട്ട് പറയല്ല, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, എഴുതാൻ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കൊട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു കോട്ട് വെച്ച്, അതായത് നമുക്ക് ഈ ഒരു ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗാന്ധിജിയുടെയോ വിവേകാനന്ദന്റെ ഒക്കെ യൂത്തിനെ കുറിച്ചുള്ള ഒരു കോട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുമെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ജോൺ സ്കള്ളിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു സീ പോസിബിലിറ്റീസ് ബിഫോർ ദേ ബിക്കം ഒബ്വിയസ്. അല്ലെ, എന്താണ് പോസിബിലിറ്റീസ് കാണുന്നവരിലാണ് എന്തുണ്ടാവുന്നത്, ഫ്യൂച്ചർ കിടക്കുന്നത് എന്നുള്ള രീതിക്കുള്ള ഒരു കോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആ കോട്ടും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സാല്യൂട്ടേഷൻ കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് ഞാൻ നിർബന്ധമല്ല, പക്ഷെ ഞാൻ പറഞ്ഞാണ് കേട്ടോ, നിങ്ങൾക്ക് ഒരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ് സാല്യൂട്ടേഷൻ. എന്താണ് സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? അഭിസംബോധനയാണ് കേട്ടോ, അഭിസംബോധനയാണ് അല്ലെ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അത് വേണമെങ്കിൽ ഒന്ന് നീട്ടി പരത്തിയിട്ട് എന്താണ്, ബിലവഡ് പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ പറഞ്ഞാലും ദാറ്റ്സ് ഓക്കെ, ഫൈൻ ആണ് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാട്ട് ഈസ് ദ തിങ്, എന്താണ് കാര്യം അല്ലെ. ടുഡേ ഐ എം ഡിലൈറ്റഡ് ടു സ്പീക്ക് ഓൺ എ ടോപ്പിക് ദാറ്റ് ഈസ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് എ നേഷൻ അല്ലെ. അപ്പം ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോവാണ്. യൂത്ത് ആൻഡ് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ കേട്ടോ. ഇനി ഒരു സ്പീച്ച്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊരു റൈറ്റപ്പ് എഴുതുന്ന പോലെ തന്നെ എഴുതിക്കൊണ്ടുപോകുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ്? India is a young country, rich with ideas, dreams and determination. ഇന്ത്യ യുവാക്കളുടെ ഒരു രാജ്യമാണ് അല്ലെ. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ഐഡിയാസും നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിശ്ചയദാർഢ്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു നാടാണ് ഇന്ത്യ. We the youth have the power to transform society when we think creatively and act responsibly. അല്ലെ, ക്രിയേറ്റീവ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഒരു സമൂഹത്തിനെ മാറ്റിമറിക്കാനുള്ള ഒരു കെൽപ്പുള്ള രാജ്യമാണ് നമ്മുടേത്. The lesson the 3 wheel revolution gives us a shining example of this through the inspiring journey of
ഇർഫാൻ ആലം. കണ്ടോ, നിങ്ങൾ ആ ഒരു സ്പീച്ചിനെ നമ്മുടെ ലെസണുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഈ ഒരു പാരഗ്രാഫിൽ. അത് ബന്ധിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലെസണിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതിന്റെ കൺക്ലൂഷനിൽ മാത്രം ജസ്റ്റ് മാറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നോക്കി, at the age of just 17, ഇർഫാൻ noticed a simple problem during a rickshaw ride. അല്ലെ, 17-ാം വയസ്സിൽ ഒരു റിക്ഷ റൈഡിൽ ഇർഫാൻ എന്ത് ചെയ്യാണ്, വലിയൊരു പ്രോബ്ലം തിരിച്ചറിഞ്ഞു. The driver couldn't afford to keep water bottles to sell. This small observation sparked a big idea. ഈ ഒരു ചെറിയ ഒബ്സർവേഷൻ എന്ത് ചെയ്യാണ്, വലിയൊരു ഐഡിയ അവിടെ സ്പാർക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. Over the years, he developed Samman, an organization that empowers rickshaw pullers with loans, uniforms, training, insurance and opportunities to earn through advertisement and sales. കണ്ടോ, ആ ഒരു ലെസന്റെ സമ്മറി പോലെ. ചിലർ ചോദിക്കേണ്ട മിസ്സേ സമ്മറി പഠിക്കണോ, സമ്മറി പഠിക്കണം. ഓഫ് കോഴ്സ് സമ്മറി പഠിക്കണം. പക്ഷെ ഒരു ലെസൺ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മറി മാത്രം എഴുതി വെക്കലല്ല. കണ്ടോ, നമ്മളിപ്പോ നല്ല ഭംഗിക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ അവിടെ സമ്മറി വളരെ ചുരുക്കി ഒന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഭംഗിയായിട്ട് ആ സമ്മറിനെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഉള്ളിൽ തിരുകേണ്ടതെന്നുള്ളത് യുക്തിയോടെ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഓവർ ദ ഇയേഴ്സ് അല്ല, അങ്ങനെ ആ വർഷങ്ങളുടെ ഇടയിൽ അത് സമ്മാൻ എന്താണ് ഡെവലപ്പ് ചെയ്തു, ഒരു ഓർഗനൈസേഷൻ ആയി മാറി. ദാറ്റ് എംപവേഴ്സ് റിക്ഷ പുള്ളേഴ്സ് വിത്ത് ലോൺ, യൂണിഫോം, ട്രെയിനിങ്, ഇൻഷുറൻസ് ഇതൊക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു ഓർഗനൈസേഷൻ ആയിട്ട് മാറി. വാട്ട് ബിഗാൻ ആസ് എ ബിസിനസ് കോൺസെപ്റ്റ്, ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആയിട്ട് തുടങ്ങിയിരുന്ന ഒരു സംഗതി സ്ലോലി ഗ്രൂ ഇൻ ടു എ സോഷ്യൽ മിഷൻ. അല്ലെ, അതൊരു സോഷ്യൽ മിഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. മെഷീൻ അല്ല കേട്ടോ, മെഷീൻ അല്ല, മിഷൻ ആണ്, ഒരു ദൗത്യം എന്നുള്ള രീതിക്കായി മാറുകയാണ്. ദാറ്റ് റിസ്റ്റോർഡ് ഡിഗ്നിറ്റി, കോൺഫിഡൻസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു തൗസൻഡ്സ് ഓഫ് വർക്കേഴ്സ്. ഒരുപാട് ആൾക്കാർക്ക് അല്ലെ, ഒരുപാട് സാധാരണ തൊഴിലാളികൾക്ക് ഒരു എന്താ പറയുക താങ്ങായിട്ടും ധൈര്യമായിട്ടും മാറുന്ന ഒരു ഫൗണ്ടേഷൻ ആയത് മാറുകയാണ് ചെയ്തത്. ദിസ് ഇസ് വാട്ട് ട്രൂ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ഈസ്. ഇതാണ് ശരിയായ എന്താ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറയാൻ കേട്ടോ. യൂസിങ് ഇന്നോവേഷൻ നോട്ട് ജസ്റ്റ് ഫോർ പ്രോഫിറ്റ് ബട്ട് ഫോർ പീപ്പിൾ, പ്രോഗ്രസ് ആൻഡ് പോസിറ്റീവ് ചേഞ്ച്. അല്ലെ, ലാഭത്തിന് വേണ്ടി മാത്രമല്ല, മാറ്റത്തിനും ജനങ്ങൾക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിനും വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ഇന്ത്യ നീഡ്സ് മോർ യങ് ചേഞ്ച് മേക്കേഴ്സ് ലൈക്ക് ഇർഫാനെ പോലുള്ള കൂടുതൽ ചേഞ്ച് മേക്കേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. വെദർ ഇറ്റ് ഇസ് വേസ്റ്റ് മാനേജ്മെന്റ്, ക്ലീൻ എനർജി, എഡ്യൂക്കേഷൻ. ഇതാണ് നമ്മൾ ലാസ്റ്റ് അതിന്റെ ഹോപ്പ്ഫുൾ ആയിട്ട് പറയാം കേട്ടോ. സമ്മറി പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി നാളെ എന്താ വാട്ട്സ് നെക്സ്റ്റ് അല്ലെ, ഒരു സ്പീച്ച് എപ്പോഴും എന്താണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരെ ഒന്ന് അല്ലെ ഒരു എന്താ പറയാ ഒരു എംപവർ ചെയ്യുന്ന രീതിക്കുള്ളതായിരിക്കണം എപ്പോഴും ഒരു സ്പീച്ച് എന്ന് പറഞ്ഞത് കേട്ടോ. സോ ഇന്ത്യ നീഡ്സ് മോർ യങ് ചേഞ്ച് മേക്കേഴ്സ് ലൈക്ക് ഇർഫാനെ പോലെയുള്ള കൂടുതൽ ചേഞ്ച് മേക്കേഴ്സിനാണ് നമുക്ക് ആവശ്യം. വെദർ ഇറ്റ് ഇസ് വേസ്റ്റ് മാനേജ്മെന്റ്, ക്ലീൻ എനർജി, എഡ്യൂക്കേഷൻ ഓർ റൂറൽ ഡെവലപ്മെന്റ്. ഇതിൽ ഏതോ മേഖലയായിക്കോട്ടെ, ഇതിലേക്കെല്ലാം ഹെൽപ്ഫുൾ ആവുന്ന രീതിക്കുള്ള ചെറുപ്പക്കാരെയാണ് നമുക്ക് ആവശ്യം. എവറി ചാലഞ്ച് പ്രസൻസ് എ ചാൻസ് ഫോർ us to create solutions that uplift society. അല്ലെ, ഓരോ ചാലഞ്ചിലൂടെയും എന്താണ് സൊസൈറ്റിക്ക് എന്താണ് ഉന്നമനം നൽകാൻ പറ്റുന്ന തിങ്ക് ചെയ്യുന്ന ചെറുപ്പക്കാരെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഡിയർ ഫ്രണ്ട്സ്, കണ്ടോ നമ്മൾ ലാസ്റ്റ് അവരെ കോൾ ചെയ്യാണ് അല്ലെ, ഒരു എന്താ പറയാ ആൾക്കാരെ പെർസ്വേഡ് ചെയ്യാണ് നമ്മൾ അവരെ അല്ലെ, ഒരു കോൾ ഫോർ ആക്ഷൻ, ഒരു നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു കോൾ ഫോർ ആക്ഷൻ സ്പീച്ചിൽ എപ്പോഴും എൻഡ് ചെയ്യുന്ന സമയത്ത് ട്രൈ ടു എൻഡ് ഇറ്റ് വിത്ത് എ കോൾ ഫോർ ആക്ഷൻ. അതായത് കോൾ ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ദാ നമുക്കിങ്ങനെ ചെയ്യണം, വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു പോകണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാക്കി കൊണ്ടുവരണം. എന്താണ് ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് us ഡ്രീം ബോൾഡ്ലി. നമുക്ക് വലിയ രീതിയിൽ സ്വപ്നം കാണാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു കോട്ടൊക്കെ ചേർക്കാം. എന്താ നമ്മുടെ ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ എന്നുള്ള ആ ഒരു കോട്ടില്ലേ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം കേട്ടോ. Work responsibility and take the calculated risks that Irfan encourages. The youth of India are not just the future, we are the game changers of today. അല്ലെ, നാളത്തെ എന്താ ഗെയിം ചേഞ്ചേഴ്സ് ആണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എൻഡ് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒരു താങ്ക് യു പറഞ്ഞിട്ട് എൻഡ് ചെയ്യുക കേട്ടോ. ഈ താങ്ക് യു അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനെ നിങ്ങൾ മറന്നു പോകരുത്. താങ്ക് യു പറഞ്ഞിട്ട് എൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഒരു സ്പീച്ചിന്റെ ഫോർമാറ്റ്. ആക്ച്വലി ഇതാണ് ഈ സ്പീച്ച്. ഇൻ കേസ് ഇങ്ങനെ ഒരു സ്പീച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി പറയുന്നില്ല ഇത് തന്നെയാണ് ചോദിക്കാന്ന് പറയുന്നില്ല. നിങ്ങൾക്കും ഏകദേശം ബുദ്ധി വെച്ചാൽ ചിന്തിക്കാവുന്ന കാര്യമാണല്ലോ, ഇത് തന്നെയാണ് ചോദിക്കാന്നില്ല. പക്ഷെ ഒരു സ്പീച്ചിന്റെ ഫോർമാറ്റും ഞാൻ പറഞ്ഞു. ഇനി ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സാധനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്, കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിന്റെ സമ്മറിയൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പോയിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. താഴെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വർണ്ണിത ഹരിദാസ് എന്നുള്ളതാണ്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതേപോലെ തന്നെ വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണ്ണിത സൈനിങ് ഓഫ്. ബൈ.